ഏകദേശം ഒരു 20-25 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവില്ല, കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇരുന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം 20-25 ദിവസമായി. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. ഞാൻ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് അതിൽ കൂടെ സ്റ്റോറീസിൽ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ എവിടെയായിരുന്നു എന്നുള്ളതൊക്കെ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രാവൽ മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ട്രാവൽ മേക്കപ്പ് കിറ്റ്. ഒരുപാട് സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ പോയി വന്നതിൻ്റെ എവിടേക്കാണ് പോയത് അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ദിവസമായിട്ട് അൺപാക്ക് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ട്രാവൽ മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ട്രാവൽ മേക്കപ്പ് കിറ്റ്. കണ്ടോ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പറ്റിയാൽ എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലത്തെ 3 ബാഗ് ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ഇങ്ങനത്തെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ്, സ്കിൻ കെയർ ഒക്കെ പാക്ക് ചെയ്ത് പോകാൻ വളരെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എടുത്തതാണ്. ഉണ്ടല്ലോ, പാക്കിംഗ് ഒന്നും നോക്കരുത്, ഞാൻ എനിക്ക് തോന്നിയ പോലെ ഇട്ടിട്ടുണ്ട്. ഇത് മാത്രമാണ് ഞാൻ ഈ അൺപാക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അൺപാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വച്ചിരിക്കുകയാണ്. സോ അപ്ഡേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ 10-25 ദിവസമായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ ജാനുവരി 26 ഞാൻ ഡൽഹിക്ക് പോയി. തിരിച്ചു വന്നത് ഫെബ്രുവരി 9 ഏർലി മോർണിംഗ്. ഞാൻ ട്രെയിനിലാണ് പോയത്. ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ട്രെയിനിൽ ഡൽഹിക്ക് പോകുന്നത്. അല്ലാതെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ട്രെയിനിൽ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു ഫാമിലി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയത്. ഒരു കുഞ്ഞു അവിടെ ചോറൂണിനാണ് പോയത്. ശരിക്കും പേഴ്സണൽ ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ വർക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. പോയി വന്ന ശേഷം ഏകദേശം ഒരാഴ്ചയായി. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിത് ഇന്ന് അപ്ലോഡ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പോകുന്നതിന് മുന്നേ, ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഏകദേശം 10-25 ദിവസം ഗ്യാപ്പ് ആയത്. അപ്പോൾ അതാണ് അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റേറ്റസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ. അറിയാലോ, ഡൽഹിയിൽ ഈ ഞങ്ങൾ പോകുന്ന സമയത്ത് തണുപ്പ് കുറഞ്ഞു വരുന്ന സമയമായിരുന്നെങ്കിലും നമുക്ക് ഈ ചൂടത്തിൽ നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്തു. ചില ദിവസം ഭയങ്കര വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി വന്നു. തണുപ്പ് കാരണം ഇടയ്ക്ക് അവിടെ വെയിൽ വരുന്ന സമയത്തൊക്കെ പോയി ടെറസിൽ പോയിരുന്ന വെയിൽ കൊണ്ട് സൺടാനൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എൻ്റെ മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെയാണോ എന്നുള്ളത് നോക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്ഡേറ്റ്സ്, ഇത്രയേ ഉള്ളൂ പേഴ്സണൽ അപ്ഡേറ്റ്സ്. ഞാൻ പറ്റിയാൽ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ പോയി, വാഗ ബോർഡറിൽ പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടും കാണേണ്ട സംഭവങ്ങളാണ്. പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായും പോയി കാണണം. പിന്നെ ഫാമിലിയുടെ ഒപ്പം എല്ലാവരും കൂടെ ചേർന്നിരിക്കുകയല്ലേ, കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. ബാക്കി ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ നല്ലൊരു വെക്കേഷനായിരുന്നു. എനിക്ക് ശരിക്കും ഇതൊരു വെക്കേഷനായിരുന്നു. ഞാൻ ഏകദേശം 10 കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് മടി പിടിച്ചിരിക്കുമെങ്കിലും കഴിഞ്ഞ ഒരു ഒക്ടോബർ തൊട്ടിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രേക്കും എടുത്തിട്ടില്ല. സോ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ ബാക്ക് ടു വർക്ക് ആയിരിക്കുകയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിലും വീഡിയോസിന് ഞാൻ ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല. കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ദിവസങ്ങൾ എൻ്റെ അപ്ലോഡ് വന്നിരിക്കും. 7:15 രാത്രി വെനസ്ഡേയും സാറ്റർഡേ നൈറ്റുമാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വെനസ്ഡേ നൈറ്റും സാറ്റർഡേ നൈറ്റും കൃത്യം 7:15 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നോക്കൂ. കിട്ടിയിട്ടില്ലെങ്കിലും ചെക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക്
എൻ്റെ മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, കുറച്ചധികം സാധനങ്ങളുണ്ട്. ഒരു കാര്യം പ്രത്യേകം പറയാം, കൊണ്ടുപോയ മിക്ക സാധനങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ച കുറച്ച് സാധനങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഉപയോഗിക്കാത്ത സാധനങ്ങളും ഉപയോഗിക്കണം അപ്പോൾ എന്ന് പറഞ്ഞിട്ട് എങ്ങാനും വേറെ കളർ ചേഞ്ചൊക്കെ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ്. പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല, കാരണം തണുത്ത് വരച്ചിട്ടേ കൈയൊക്കെ ഫുൾ ഗ്ലൗസിലൊക്കെ ആയിരുന്നു. അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മുഖം ഭയങ്കര ആദ്യത്തെ പോയ 2 ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം സ്ലോലി മുഖം കുറച്ച് ഡ്രൈ ആവാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഓൾറെഡി എൻ്റെ പ്രിക്കോഷൻസൊക്കെ എൻ്റെ സ്കിൻ കെയർ നല്ലതൊക്കെയാണ് എടുത്തിട്ട് പോയത്. എനിക്ക് സ്യൂട്ട് ആവുന്ന സ്കിൻ കെയർ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ട് പോയത്. അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് വേണ്ടില്ലാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തു. പിന്നെ വരുമ്പോഴേക്കും ഒരുപാട് ഡ്രൈ ആയത് എൻ്റെ ചുണ്ടായിരുന്നു. പക്ഷെ അതും ഞാൻ അത്യാവശ്യം എർത്രതും ലിപ് മാസ്ക് വെച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും എൻ്റെ ഈ ഹ്യൂമിഡ് ക്ലൈമറ്റിൽ വീണ്ടും എൻ്റെ സ്കിൻ പഴയ പോലെയായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. കയ്യിൽ കിട്ടുന്ന എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മേക്കപ്പ് കിറ്റ് ഞാൻ കാണിച്ചു തന്നല്ലോ അല്ലേ, ഇതാണ് എൻ്റെ മേക്കപ്പ് കിറ്റ്. അപ്പോൾ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ മാക്കിൻ്റെ ഫിക്സ് പ്ലസ് പ്രൈം ആൻഡ് മാക് ഫിക്സ് പ്ലസ് ആണ് പ്രപ്പ് ആൻഡ് പ്രൈം. നമ്മൾ മേക്കപ്പ് സെറ്റ് ചെയ്യണം. മേക്കപ്പിന് മുമ്പ് ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മിനി ഫിക്സ് പ്ലസ് ആണ് ഞാൻ കൊണ്ടുപോയത്. വായിലെ പേരൊന്നും വരുന്നില്ല. പിന്നെ കാണിക്കുന്നത്, പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് മേബിലാൻഡ് ഫിറ്റ് മീ ലൂസ് സെറ്റിംഗ് പൗഡറാണ്. ഇത് ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെയും 2 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. രാവിലത്തെ ചോറൂണ്, അതിനുശേഷം വൈകുന്നേരം ഒരു പാർട്ടി. അപ്പോൾ അതിനൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോയത് എൽഫിൻ്റെ ഈ ഒരു ഹാലോ ഗ്ലോ സെറ്റിംഗ് പൗഡറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ. മേബി ഫിറ്റ്മി തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഫിറ്റ്മി ഞാൻ അധികം യൂസ് ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലേ തണുപ്പായിരുന്നുകൊണ്ട് ഓൾറെഡി എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആവാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ അവിടെയും ആ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത സ്ഥലത്തൊക്കെ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് യൂസ് ചെയ്ത സാധനം, പുറത്ത് പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്ത സാധനമാണ് ആ മാക്കിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ കം പൗഡർ, സെറ്റിംഗ് പൗഡർ അല്ലേ അതല്ലേ ഞാൻ പറയുന്നത്, സ്റ്റുഡിയോ ഫിക്സ് പൗഡർ പ്ലസ് ഫൗണ്ടേഷൻ. ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്. പിന്നെ ഇത് അറിയാലോ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഐബ്രോ ജെല്ല്, കാബ്രോ ബെനിഫിറ്റിൻ്റെ. ഇതും അത്യാവശ്യം യൂസ് ചെയ്തു. പിന്നെ എൻ്റെ ഇപ്പോൾ കറൻറ്റ് ഫേവറേറ്റ് മസ്കാര, ഇതൊരു റീസെൻറ്റ് പർച്ചേസാണ്. ഞാൻ വാങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്തത്. ഇത് മേബിലാൻഡ് സ്കൈ ഹൈ മസ്കാര, സൂപ്പർ മസ്കാര, വാട്ടർ പ്രൂഫ് സ്വെറ്റ് പ്രൂഫ് മസ്കാരയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല മസ്കാര കേട്ടോ. ഇതെൻ്റെ ഇപ്പോൾ ഒരു വൺ ഓഫ് മൈ കറൻറ്റ് ഫേവറേറ്റ് മസ്കാരയാണ്. നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്ന എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതും ഇപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആണ്. ഇതൊക്കെ കുറച്ച് ന്യൂ പർച്ചേസാണ്. ഇത് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് കൺസീലർ, 24 hour കൺസീലർ. അത്യാവശ്യം നല്ല കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് NC42 ആണ്. ഇതും NC42 ആണ്. എൻ്റെ കോമ്പാക്റ്റും NC42 ആണ്. പിന്നെ കൺസീലർ ഞാൻ യൂസ് ചെയ്തതാണ്. പിന്നെ ഇത് പാക്കിൻ്റെ റെട്രോ മാറ്റ് ഗ്ലോസ്, ഇതും ഞാൻ യൂസ് ചെയ്തു. അവിടെ കുറച്ചുകൂടി എനിക്ക് ചുണ്ടിൽ ഇത് ഡ്രൈയിങ് ആയിരുന്നു. ഞാൻ ആ എർത്തബദ്ധത്തിൻ്റെ ലിപ് മാസ്ക് ഇട്ടിട്ട് ഇത് അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു ഗ്ലോ വന്നു കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമായി, എനിക്കിഷ്ടമുള്ളൊരു കളറാണ്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്ത ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാനിത് എവിടെയെങ്കിലും പോകണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. ലാക്മേയുടെ ഫോർവേഡ് മാറ്റ് ലിക്വിഡ് ലിപ് കളർ. ഇത് ഷെയ്ഡ് പിങ്ക് പിങ്ക് ബാലറ്റ് ആണ് ഷെയ്ഡ്. നല്ലൊരു ഷെയ്ഡാണ്, ഞാൻ കാണിച്ചു തരാം. നല്ലൊരു കളർ ഷെയ്ഡാണ്. പക്ഷേ ഞാനിത് യൂസ് ചെയ്തില്ല, പാക്കിൻ്റെ അടിയിൽ വിട്ടുപോയി. കണ്ടോ, ഇതാണ് കളറ്. നല്ലൊരു നാച്ചുറൽ ഗ്ലോ ലിപ് കളർ തരുന്നൊരു ലിപ്സ്റ്റിക്കാണ് ഇത്.
പിന്നെ ഞാൻ യൂസ് ചെയ്തതാണ് പ്ലമ്മിൻ്റെ കാജൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് മാക്കിൻ്റെ ഈ ഒരു കാജലാണ്. ഇത് 24 hour കാജൽ. ഇത് ഡെയിലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലിപ് കാജലാണ്. ഭയങ്കര ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെയും നീങ്ങിയിട്ടേ ഇല്ല. ഇതിൻ്റെയും ലിങ്ക് ഞാൻ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ഇതും കുറച്ച് റീസെൻറ്റ് പർച്ചേസാണ്. ഇതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വാങ്ങി നോക്കോളൂ. പിന്നെ ഞാൻ കൊണ്ടുപോയത് ഈ ഒരു ബെനിഫിറ്റിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. ഇത് ഞാൻ ഉപയോഗിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പ്രാവശ്യം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വൺ ടൈം യൂസിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് ഇനി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതേമാതിരി പ്ലമ്മിൻ്റെ കാര്യത്തിൽ കൊണ്ടുപോകണ്ടായിരുന്നു. ലാക്മേയുടെ ലിപ്സ്റ്റിക്ക് ഞാൻ കൊണ്ടുകൊണ്ടിരുന്നില്ല. ഇത് ഞാൻ ഉപയോഗിച്ചു, ഫങ്ഷന് ഞാൻ യൂസ് ചെയ്തു. ഈ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൽഫിൻ്റെ ഫുൾ മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് മേക്കപ്പ് എൽഫിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ട് മാത്രം ഞാൻ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ തരുന്ന ഒരു ഹൈലൈറ്റർ കം ബ്ലഷാണ് ഇത്. വാട്ടർ മെലൺ ആണ് കേട്ടോ ഷെയ്ഡ്. അത് അതെ, വാട്ടർ മെലൺ അല്ലേ, പൊമോഗ്രാനൈറ്റ് ആണ്. സോറി, വാട്ടർ മെലൺ അല്ല, പൊമോഗ്രാനൈറ്റ് ആണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ എടുത്തത് ഫൗണ്ടേഷൻ. ഇന്ത്യയിൽ ആക്ച്വലി 2 ഫൗണ്ടേഷൻ ഉണ്ട്. രണ്ടും ഞാൻ യൂസ് ചെയ്തു. ഒന്ന് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും പിന്നെ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് NC42. ഇത് എൻ്റെ ഷെയ്ഡ് 155 വൈറ്റ് ടാൻ ആണ്. ഇത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും മാക്കിൻ്റെ ഫൗണ്ടേഷനുമാണ് ഞാൻ കൊണ്ടുപോയത്. പിന്നെ എന്താ ഇനിയുണ്ട് കേട്ടോ, എവിടെ ആയിട്ടില്ല. പിന്നെയും അടുത്തൊരു പ്ലമ്മിൻ്റെ കാജൽ. ഇത് ഗ്രീൻ ടീൽ കളറാണ്. ആക്ച്വലി ഞാനിത് യൂസ് ചെയ്തില്ല. ഇതും പ്ലമ്മിൻ്റെ നമുക്കൊരു സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഇത് ഞാൻ ഉപയോഗിച്ചു. ഇത് കെ ബ്യൂട്ടിയുടെ കാജലാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കാജലാണ് കേട്ടോ. ഇതും മാക്കുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഞാൻ നല്ലൊരു കാജൽ. ഓക്കെ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇത് എൽഫിൻ്റെ പോർലെസ് പുട്ടി പ്രൈമറാണ്. പക്ഷേ പ്രൈം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുൾ ഫങ്ഷനൊക്കെ റെഡി ആകുമ്പോൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ട് പോയത്. പക്ഷേ ഞാൻ പ്രൈമറൊന്നും ഇല്ലാതെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ ഞാൻ മറന്നേ പോയി. ഓക്കെ. പിന്നെ നമ്മുടെ പ്ലമ്മിൻ്റെ കാജൽ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർപ്പനർ എടുത്തിട്ട് പോയി. യൂസ് ചെയ്യേണ്ടി വന്നില്ല, കാരണം കാജലേ എടുത്തില്ലല്ലോ. പിന്നെ ഉള്ളത് മെബിലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ. ഇത് ഞാൻ യൂസ് ചെയ്തു. ഈ ഒരു ഹൈലൈറ്റർ നല്ലൊരു ഹൈലൈറ്ററാണ്. നിങ്ങളിങ്ങനെ നല്ലൊരു ഹൈലൈറ്റർ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹൈലൈറ്ററാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത 2 സാധനങ്ങളാണ്. ലവ് എർത്തിൻ്റെ ഈ ഒരു ചീക്ക് ആൻഡ് ലിപ് ടിൻറ്റ് മൾട്ടിപർപ്പസ് പോട്ട്. 2 കളറും ഞാൻ കൊണ്ടുപോയി, പക്ഷേ രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. മിക്ക ദിവസവും മേക്കപ്പ്, ചില ദിവസങ്ങളിൽ മാത്രമേ ഞാൻ വളരെ കുറച്ച് മേക്കപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. കെ ബ്യൂട്ടിയുടെ ബ്ലഷ്. ഇത് സോഫ്റ്റ് ന്യൂഡാണ് ഷെയ്ഡ് വരുന്നത്. ഇതും ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഫങ്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്ത ഒരു ഷെയ്ഡാണ്. ഓക്കെ. കൊണ്ടുപോയി ഞാൻ ആകെ 2 പാലറ്റ് കൊണ്ടുപോയി, ഐ ഷാഡോ പാലറ്റ്. പക്ഷേ ആകെ 2 പാലറ്റും ഞാൻ യൂസ് ചെയ്തു. ഒന്ന് ചളിയായിട്ടുണ്ട്, നോക്കരുത്. എൻ്റെ കയ്യിൽ ഞാൻ ആദ്യം വാങ്ങിയ പാലറ്റാണ് ഇത്. മേക്കപ്പ് റെവല്യൂഷൻ്റെ സോഫെക്സ് എന്നുള്ള പാലറ്റ്. ഇത് എല്ലാം ബ്രോക്കൺ ആണ്. ഞാൻ അതിന് മുന്നേ താഴെയിട്ട് പൊട്ടിച്ചു, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇതാണ് നമ്മുടെ പാലറ്റ് വരുന്നത്. ഇതിൽ അത്യാവശ്യം എല്ലാ കളേഴ്സും ഉണ്ട്. അഥവാ നീ വല്ല കളർ ലുക്സ് ചെയ്യണമെങ്കിൽ പറ്റിയാൽ നീ അവിടെ പോയിട്ട് വല്ല മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്യാമറയൊന്നും ലാസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത ശേഷം ഞാൻ ക്യാമറ പാക്ക് ചെയ്യണോ വേണ്ടതെന്ന് സംശയിച്ചിട്ട്
പിന്നെ വേണ്ടെന്ന് തീരുമാനിച്ചു. ശരിക്കും വർക്കൊന്നും ഇല്ലാതെ സമാധാനത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാം വ്ളോഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം ക്യാമറ കണ്ണുകളിലൂടെ മാത്രമേ കാണുള്ളൂ. ശരിക്കുള്ള വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാലറ്റ് കൊണ്ടുപോയി. പിന്നെ മാക്കിൻ്റെ ഈ ഒരു പാലറ്റ് 9 ഐഷാഡോ ഉള്ള പാലറ്റ്, ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു. ഇല്ല, 1-2 പ്രാവശ്യം ഞാനിത് യൂസ് ചെയ്തു കേട്ടോ. ഈ ഒരു പാലറ്റുമാണ് കൊണ്ടുപോയത്. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു മാക്കിൻ്റെ ഒരു ബ്ലഷാണ്. ഇത് മെൽബ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതും ഞാൻ യൂസ് ചെയ്തു. നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് അത്യാവശ്യം എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്ലഷാണ്. ഇതും കെ ബ്യൂട്ടിയുടെ ബ്ലഷും എൻ്റെ ഫേവറേറ്റ് ബ്ലഷസാണ്. ഓക്കെ. പിന്നെ മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീം കൊണ്ടുപോയിട്ടുണ്ട്. ആക്ച്വലി രണ്ട് സ്ട്രോക്ക് ക്രീമുണ്ട്. ആക്ച്വലി 3 സ്ട്രോക്ക് ക്രീമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടും ഒരേ കളറാണ്, പിങ്ക് ലൈറ്റാണ് മാക്കിൻ്റെ. ഇത് പാക്കിൻ്റെ ഗോൾഡ് സ്ട്രോക്ക് ക്രീമാണ്. ഇത് 3ഉം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് കഴിയാറായതുകൊണ്ടാണ് ഈ കുട്ടി സൈസും കൊണ്ടുപോയത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം മിനി സൈസാണ്. ഇത് സാമ്പിൾ സൈസ് കിട്ടിയതാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി ഞാൻ. ഓക്കെ. ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചു. പിന്നെ ഉപയോഗിക്കാത്ത ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നൈക്കയുടെ ഈ ഒരു കാജലല്ല, എന്താ പറയുക, ജെൽ ഐലൈനർ ആണ്. ഇത് ഞാൻ ഉപയോഗിച്ചില്ല. അതേമാതിരി ഷുഗറിൻ്റെ ഈ ഒരു മിനി ലിപ്സ്റ്റിക്കും ഞാൻ ഉപയോഗിച്ചില്ല. നല്ലൊരു കളറാണ്, പക്ഷേ ഉപയോഗിച്ചില്ല. എന്താ ചെയ്യുക. പിന്നെ കോണ്ടോർ സ്റ്റിക്ക്, കെ ബ്യൂട്ടിയുടെ കോണ്ടോർ സ്റ്റിക്ക് കൊണ്ടുപോയി. ഞാൻ ഉപയോഗിച്ചില്ല, മറന്നുപോയി. മമാഅർത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഉപയോഗിച്ചു. എൻ്റെ ഇപ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾ എൻ്റെ ഇപ്പോൾ കറൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് പിന്നെ പ്ലമ്മിൻ്റെ 2 ലിപ്സ്റ്റിക്സ്, അത് രണ്ടും ഞാൻ കൊണ്ടുപോയി. ഇതിൻ്റെ അടപ്പ് എവിടെയോ ഞാൻ കളഞ്ഞുപോയി. അടപ്പ് കാണാനില്ല. സോ പ്രോഡക്റ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്, അടപ്പില്ലാതെ. അപ്പോൾ ഈ 3 ലിപ്സ്റ്റിക്സും ഞാൻ കൊണ്ടുപോയി. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഉപയോഗിക്കാത്ത 2 ലിപ്സ്റ്റിക്കാണ് ഇത്. വേറൊന്ന് നൈക്കയുടെ ഈ ഒരു 12M പറയുന്ന ഈ ഒരു ന്യൂട്രൽ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ ഉപയോഗിച്ചില്ല. അതേമാതിരി ഈ ഒരു ലാക്മേയുടെ ഈ ഒരു ലിപ് കളറും ഞാൻ യൂസ് ചെയ്തില്ല. ഇതൊരു ന്യൂഡ് ഡ്രീം എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ശരിക്കും ഒരു നാച്ചുറൽ ന്യൂഡ് ലിപ് കളറാണ് തരുന്നത്. ഇതും ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെ യൂസ് ചെയ്ത ഒരു കൺസീലർ ടാർട്ടിൻ്റെ കൺസീലറാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാക്കും ടാർട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാറി യൂസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇത് ഞാൻ അധികം യൂസ് ചെയ്തില്ല. ഞാൻ മിക്കപ്പോഴും മസ്കാര വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഐബ്രോസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഫംഗ്ഷൻ ദിവസമൊക്കെ ഞാൻ യൂസ് ചെയ്തു. എൽഫിൻ്റെ ഈ ഒരു ബ്രൗ ജെൽ മസ്കാര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രോൺസറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് മെയിൻ ഫംഗ്ഷന് വേണ്ടി മാത്രമേ ഞാൻ യൂസ് ചെയ്തുള്ളൂ. അല്ലാതെ ഡെയിലി യൂസിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു ബ്രോൺസർ റിമലിൻ്റെ സൺഗ്ലോ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇല്ലാന്ന് തോന്നണു. ഈ ഒരു ബ്രോൺസറാണ് ഞാൻ കൊണ്ടുപോയത്. ഇതോടുകൂടെ എത്ര നേരമായി? ഏകദേശം 17 മിനിറ്റായി. നമ്മുടെ കൈയെടുത്ത് എന്തൊക്കെയോ താഴെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇതോടുകൂടെ നമ്മുടെ മേക്കപ്പ് പൗച്ച് കാലിയായിരിക്കുകയാണ്. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോയത്. ഞാൻ 1 മിനിറ്റ് കേട്ടോ, കയ്യിൽ നിന്നൊരു സാധനം താഴെ പോയി, ഒന്ന് എടുക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇനി കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത്രയും ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. കുറേ പ്രൊഡക്റ്റുകൾ ഇനിയും കാറ്റഗറൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ കൊണ്ടുപോകണമെങ്കിൽ ഇതിലും ചെറിയ പൗച്ചുണ്ട്. ആ മിനി പൗച്ചിൽ കൊള്ളുന്നത് അത്രയും ഇതേപോലെ ട്രാവൽസിന് ഞാൻ കൊണ്ടുപോകുള്ളൂ. വേണ്ടി വന്നാലോ എങ്ങാനും ഉപയോഗിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പെറുക്കിയിട്ട് ഇത്രയും വലിയ പൗച്ചായതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് കിറ്റിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.